Hello, Assalamu alaikum. It's me Hiba Nawal. Welcome back to my channel. ഇതെല്ലാം വരാൻ പോകുമ്പോഴേക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റയിലും വാട്സപ്പിലെല്ലാം കാണുന്ന ഒരു ഐറ്റമാണ് ഈദ് മണിക്കാർ. ഇത് 2 വർഷം മുന്നേ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട്. ഈ വീഡിയോയിൽ എങ്ങനെ എഡിറ്റ് ആക്കുക, എങ്ങനെ കസ്റ്റമറോട് പ്രൈസ് പറയാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എഡിറ്റിങ്സ് നമുക്ക് കണ്ടാലോ. ഫസ്റ്റ് അതിന് വേണ്ടത് പിൻട്രസ്റ്റ് എന്ന ആപ്പാണ്. അത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് പിൻട്രസ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. ഇതിൽ 1000+ കളക്ഷൻസ് ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് മുസ്ലിം കാർട്ടൂൺ പിക്സ് അല്ലെങ്കിൽ മുസ്ലിം ചൈൽഡ് കാർട്ടൂൺ പിക്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ 1000 വെറൈറ്റീസ് കിട്ടും. അതിൽ നമ്മൾ ബോയ്സിനായാലും ഗേൾസിനായാലും ട്വിൻസ് ആയാലും അവർക്കെല്ലാം പറ്റിയ കളക്ഷൻസ് ഉണ്ട്. അതിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ സൈഡിലത്തെ വൈറ്റ് സ്പേസ് കൂടുതലാണ്, എന്നാലും നമുക്ക് മണി ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പിക്ചേഴ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കുക. ഞാനിത് ജസ്റ്റ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത ശേഷം ക്യാൻവ എന്നൊരു ആപ്പ് ഓപ്പൺ ചെയ്ത് ഇതിൽ മെയിൻ നമ്മൾ ലാസ്റ്റ് എഡിറ്റിംഗ് എല്ലാം ചെയ്യൽ ക്യാൻവയിലാണ്. വെറൈറ്റി ഓഫ് എഡിറ്റിംഗ് നമുക്ക് എഡിറ്റേഴ്സിനെല്ലാം യൂസ്ഫുള്ളായ ഒരു ആപ്പാണ് ക്യാൻവ. അത് ഓപ്പൺ ചെയ്ത ശേഷം ബ്ലൂ കളറിൽ ഒരു പ്ലസ് ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡോക്യുമെൻറ്റിൽ A4 പോർട്രേറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. A4 ഷീറ്റിലാണ് ഞാൻ ഇത് ഫുള്ളും എഡിറ്റ് ആക്കിയിട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത ശേഷം ഒരു ബ്ലാങ്ക് പേജസ് വരും. അതിൽ എലമെൻറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രെയിംസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു കുറേ ഫ്രെയിംസിൻ്റെ കുറേ കളക്ഷൻസ് വരും. അതിൽ സ്ക്വയർ ഫ്രെയിമാണ് നമുക്കിതിൽ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്ത ശേഷം സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടും. എന്നിട്ട് നമുക്ക് എത്ര സൈസ് വേണ്ടതെന്ന് വെച്ചാൽ അതൊരു കറക്റ്റ് സൈസാക്കിയിട്ട് ഒരു A4 ഷീറ്റിൽ മാക്സിമം 9 പിക്ചേഴ്സ് വരെ ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ ചെയ്യുമ്പം സൈസിന് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് മണി ഹോൾഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഒരു 9 ഫ്രെയിംസിൽ ആക്കുക. അതിനുശേഷം ഒരു ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് 3 ഡോട്ട്സ് കാണും. അതിൽ സെലക്ട് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഓരോ ഫ്രെയിംസും സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് സൈഡിൽ നിന്നൊന്ന് ഡ്രാഗ് ചെയ്യുക. ഒന്ന് താഴോട്ടേക്കും ഡ്രാഗ് ചെയ്താൽ കുറച്ച് കറക്റ്റായ ആ ഷീറ്റിൽ കറക്റ്റായ സൈസിൽ ഫ്രെയിംസ് കിട്ടും. എന്നിട്ട് ഓരോ ഫ്രെയിം എടുത്തിട്ട് അതിൽ നമുക്ക് ചെയ്യേണ്ട ഫോട്ടോസ് റീപ്ലേസ് ചെയ്യുക. അതിൽ അപ്ലോഡ് എന്നൊരു ബട്ടണാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത കാർട്ടൂൺ ഇമേജസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓരോ ഫോട്ടോസും അപ്ലോഡ് ചെയ്യാം. ഇത് അപ്ലോഡ് ബട്ടണിൽ കയറിയിട്ട് നമ്മൾ ഈ ഫോട്ടോസ് എല്ലാം എടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ക്ലാരിറ്റി കൂടുന്നത് ഈ ഈസി മെത്തേഡിൽ ചെയ്യുമ്പോഴാണ്. സാധാ ഗാലറിയിൽ നിന്ന് ഡയറക്റ്റ് ആക്കുമ്പോൾ എന്താവും, ക്ലാരിറ്റി എല്ലാം പ്രിൻ്റ് എടുക്കുമ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതുപോലെ ഓരോ ഫ്രെയിംസിലും ഓരോ പിക്ചേഴ്സ് ഏതെല്ലാം രീതിയിൽ വേണമെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓരോ പിക്ചേഴ്സ് ഇതുപോലെ ചെയ്യുമ്പോൾ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ സൈഡ് വൈറ്റിൽ ആവുന്ന വിധം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. എന്നാലേ നമുക്കിത് മണി ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ ക്രാഫ്റ്റ് ഡൗട്ട്സും കമൻറ്റ് ചെയ്താൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. എല്ലാ പിക്ചേഴ്സും അഡ്ജസ്റ്റ് ആക്കിയ ശേഷം എലമെൻറ്റ്സ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റൈറ്റിങ്സ് എല്ലാം എഴുതാം. അതിൽ ഞാനിവിടെ എടുക്കുന്നത് ഈദ് മുബാറക്ക് എന്ന റൈറ്റിങ്സിലാണ്. അതിൽ ഗ്രാഫിക്സ് പോയിട്ട് കുറേ അധികം കളക്ഷൻ ഉണ്ട്. ചിലതെല്ലാം പ്രോ ആയിട്ടുണ്ടാവുക, അതെല്ലാം പെയ്ഡ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ മോഡൽ ഒരു
സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഈദ് മുബാറക്ക് എന്ന് എഴുതിയ ഒരു ഗോൾഡൻ കളറിലുള്ള പിക്ചറാണ് സെലക്ട് ചെയ്തത്. അത് നമുക്ക് ഓരോന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് സൈഡിലാണെന്ന് വെച്ചാൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇതെല്ലാം അഡ്ജസ്റ്റ് ആക്കിയ ശേഷം നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റിൽ പോയിട്ട് നെയിം ചെയ്ത് കൊടുക്കാം. ആർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് ഓരോ നെയിംസ് ഇതാക്കുക. അതിൽ ആഡ് എ ഹെഡിങ്ങിൽ എന്താണ് നെയിം എന്ന് വെച്ചാൽ അത് എഴുതിയിട്ട് നമുക്ക് ഓരോ പിക്ചറിൻ്റെയും സൈസിൽ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫസ്റ്റത്തേൽ ഹൈസ എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഫോണ്ട് മാറ്റം കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞാൻ ഇതുപോലെ ബ്രിട്ടനി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് അവിടെ വെച്ചാൽ അതുപോലെ സെലക്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. അത് ബാക്കിയുള്ള എല്ലാ ഫോട്ടോസും ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു പീസിൽ കസ്റ്റമറോട് പറയുക 10 per പീസായിട്ട് പറയാം. മാക്സിമം 20 പീസ് വരെ എടുക്കാൻ അവരോട് പറയാം. എന്നാലേ നിങ്ങൾക്കും കൂടി ലാഭം കിട്ടും. ചില ഷോപ്പിലെല്ലാം പ്രിൻറ്റിങ്ങിന് റേറ്റ് ചിലത് കൂടും ചിലത് കുറയും. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണെന്നനുസരിച്ചിട്ട് അവരോട് പറയുക. ഇതെല്ലാം എഡിറ്റ് ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം സേവ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഏത് ഷോപ്പിലേക്ക് അയക്കണമെങ്കിലും വാട്സപ്പ് വഴിയാണെങ്കിലും സേവ് ചെയ്തിട്ട് ഷെയർ ചെയ്യുന്നത് ഡോക്യുമെൻ്റ് വഴിയായിട്ട് ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ അവർക്ക് ജസ്റ്റ് ക്ലാരിറ്റി എല്ലാം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ.